ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? നിന്റെ തെളിവുണ്ടോ? സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ടറാണ്. നമ്മളെ ജിൻഡോനെ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ. കഴിഞ്ഞ സീസണിൽ തൊപ്പി ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഈ സീസണിൽ അനീഷിന് വേണ്ടിയിട്ട് തൊപ്പി വോട്ട് ചോദിച്ചു വന്നു. എന്നാൽ ഇത് കണ്ടിട്ട് നമ്മുടെ അഖിൽ മാരാർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. അതായത് അനീഷിന് വോട്ട് പിടിക്കാനായിട്ട് തൊപ്പി ഇറങ്ങിയ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഖിൽ മാരാർ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങിയ കാര്യം എന്താണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതായത് തൊപ്പി അവരുടെ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിൻ്റെ പേരിലാണ് ഇതുപോലെയുള്ള പരിപാടിയായിട്ട് ഇറങ്ങുന്നത് എന്ന തരത്തിലാണ് അഖിൽ മാരാർ ഒരു കാര്യം പറഞ്ഞത്. എന്നാൽ ഇന്നലെ തൊപ്പിയുടെ ലൈവിനകത്ത് കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. തൊപ്പി ഡയറക്റ്റ് മാരാറിൻ്റെ ഫോണിൽ വിളിച്ച് ഈ ഒരു വിഷയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാരാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ PR ആയിട്ടുള്ള വിനു ആണ് ഇത് പറഞ്ഞത്. അതായത് തൊപ്പി പൈസ മേടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാറിനെ സംബന്ധിച്ച് ഒരു വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അതിനകത്ത് ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. കാര്യം അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്യാവശ്യം എല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഓരോ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരൻ വളരെ രീതിയിൽ പഠിച്ചിട്ടാണ് ആ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാര്യം അവർ പറയുന്നത് കേട്ടു ഇവർ പറയുന്നത് കേട്ടു എന്നും പറഞ്ഞിട്ട് ഒരാളെ പറ്റി വെറുതെ ഒരു അലിഗേഷൻ വന്ന് പറയുമ്പോൾ അത് നിങ്ങളെ തന്നെയായിരിക്കും ബാധിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ തന്നെയായിരിക്കും ബാധിക്കുന്നത് അല്ലേ. അപ്പം എന്തായാലും ഇന്നലത്തെ ലൈവിൽ നടന്ന സംഭവങ്ങൾ നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. അതെങ്ങനെയാണ് ആ വോട്ട് തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒന്ന് തെളിയിച്ച വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, ഒന്നും വേണ്ട. അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. അറിഞ്ഞും കൊണ്ട് തന്നെ നീ വള്ളി പിടിക്കുന്നത്. കാരണം ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല ബെസ്റ്റാന്ന് എനിക്കറിയാം. കാരണം ഇത്രയും കാലം ഇയാളെ വീഡിയോ കണ്ടിട്ട് ഞാനും വിശ്വസിച്ചതാണ്. ഇയാൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ഇയാൾ സംസാരിക്കും. ഭയങ്കര ആധികാരികമായിട്ടും കൺവിൻസിംഗ്. സത്യമാണ്. കാര്യം അഖിൽ മാരാറിനെ സംബന്ധിച്ച് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ വളരെ ആധികാരികമായിട്ട് സംസാരിക്കും. ഭയങ്കര രീതിയിൽ കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കും. പുള്ളി പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ശരിയാണല്ലോ, പുള്ളി പറയുന്നത് കറക്റ്റ് ആണല്ലോ. ഈവൻ ആ ഒരു വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം വേറെ ആണെങ്കിൽ പോലും പുള്ളി പറയുന്ന ആ കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കും അല്ലേ. അപ്പം ഈ ഒരു വിഷയത്തിൽ അഖിൽ മാരാർ പറഞ്ഞതിനകത്തോട്ട് ചെറിയ മിസ്മാച്ചിങ് വന്നിട്ടുണ്ട്. അത് തൊപ്പി ജിൻഡോയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെയാണ് അഖിൽ മാരാറിൻ്റെ അടുത്ത് പറഞ്ഞതെന്നാണ് ഇപ്പം അറിയാനായിട്ട് സാധിച്ചത്. ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് ഒരാളെ കണ്ടിട്ട് അത് വിലയിരുത്തിയിട്ട് നമ്മൾ ഇത് കണക്ക് വോട്ട് ചോദിക്കാനായിട്ട് വരല്ലേ. പ്രത്യേകിച്ച് തൊപ്പിയെ പോലെയുള്ള ആൾ. കാര്യം തൊപ്പിയുടെ ലൈവ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ആ ആൾക്കാരുടെ ഇടയിലോട്ട് ഇത് ഭയങ്കര രീതിയിൽ ഇൻഫ്ലുവൻസ് ആവും. അപ്പം ആ തൊപ്പി പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പോയി വോട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി. അന്നേരം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് അവിടെ കളിച്ച് ആ ഒരു ഗ്രാൻഡ് ഫിനാലെ വരെ വന്നവർക്ക് യാതൊരു വിലയും ഇല്ലാത്ത രീതിയിലോട്ട് പോകും. അതായത് പുറത്ത് നിന്ന് ഒരാൾ ഈ ഒരു ഷോയെ കൺട്രോൾ ചെയ്യുവാണ്. അപ്പം ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ഈ ഒരു സംഭവം ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഫെയർ ആയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനീഷ് ഒട്ടും ഫെയർ അല്ലാതെ അനീഷ് മൊത്തം കള്ളത്തരമാണ് കാണിക്കുന്നതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അതേപോലെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ 2 പേരിൽ ആരെങ്കിലും കപ്പടിച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷം, അത്രയേ ഉള്ളൂ. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. ആൾ സംസാരിക്കുക. അങ്ങനെ നമ്മളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത ഇത്രയും കാലം. ഇന്ന് എന്നെ കുറിച്ച് കളവ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇയാളൊരു ഫ്രോഡാണെന്നും ഇയാൾ പറയുന്നത് കള്ളാണെന്നും കറക്റ്റ് പ്രോപ്പർ ലയറാണ് ഇയാളെന്നും. അഖിൽ മാരാർ യു ആർ എ ലയർ. ഇത് ഞാൻ ജിൻഡോന്റെ PR ചെയ്തതെന്ന് പറഞ്ഞത്, അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ ജിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു. ആ അറിവ് എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? ജിൻഡോയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിച്ചത് അവന്മാരോട് പറഞ്ഞതിനെ കൊണ്ട് ചെയ്യിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. ആര് പറഞ്ഞു? PR ടീമിൽ ഒരാളെ പേര് പറയൂ. അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്ന് അവരുടെ PR ടീമാണ് പറഞ്ഞത്. ആ PR ടീം എന്ന് പറഞ്ഞാൽ ആരാണ്? വിനു ആണ് പറഞ്ഞത് എന്നാണ് പറയാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കൺട്രോൾ ചെയ്യുന്നത് വിനു എന്നുള്ള രീതിയിലോട്ടാണ് പോയിരിക്കുന്നത്. ഈ ഒരു ഷോ തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കേൾക്കാനായിട്ട് സഹായിച്ചൊരു പേര് വിനു ആണ് അല്ലേ. അതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വിനു എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിലുള്ള പണികൾ എടുക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നല്ല രീതിയിലുള്ള PR വർക്ക് എടുക്കുന്നുണ്ട്. കാര്യം കറക്റ്റ് സമയത്ത് ഓരോ ആൾക്കാരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു.
പല ആൾക്കാരും പല സൈഡിൽ നിന്ന് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് PR, നമുക്കറിയാം. പക്ഷേ അനുമോൾ ഗെയിം കളിച്ചിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അനുമോൾക്ക് അനുമോളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആ ഒരു ഷോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PR കാര്യങ്ങളൊക്കെ അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം വെളിയിൽ നിന്ന് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് വിനു ആണെന്നുള്ള രീതിയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാ വിഷയം എടുത്ത് നോക്കുമ്പോഴും വിനു എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് അവിടെ ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ എടുത്ത് വെച്ച് നോക്കിയാൽ മതി, ഓരോ വിഷയങ്ങളും നിങ്ങൾ എടുത്ത് നോക്കിക്കുക ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട്. അവിടെ വിനു എന്ന് പറയുന്നൊരു പേരായിരിക്കും കേൾക്കുന്നത്. വിനുവിനെ എനിക്ക് അറിയാലോ. വിനുവിനെ ഒന്ന് കോളിൽ ആഡ് ചെയ്ത് വിനു ഒന്ന് ഒരു മിനിറ്റ്. എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്, ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യമല്ല നിങ്ങൾ പറഞ്ഞത്. ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ ഒന്നും നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? വിനു എന്താടാ എന്ത്? സ്വാഭാവികമായിട്ടും ഒരാളുടെ ഫോണിൽ, പ്രത്യേകിച്ച് ഈ തൊപ്പിയെക്കാട്ടിയും ഒരുപാട് വയസ്സിന് മൂത്ത ഒരു വ്യക്തിയാണ് അഖിൽമാരാർ, ഫോണിൽ വിളിച്ചിട്ട് ഈ എടാ പോടാടാ നീ കണ്ടോടാ എടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആരായാലും തിരിച്ച് റിയാക്ട് ചെയ്യും. വളരെ മാന്യമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. പക്ഷേ സാധനം കയ്യിൽ നിന്ന് പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ അനാവശ്യ ഒരു കോൺട്രവേഴ്സി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം മാരാറിനെ സംബന്ധിച്ച് അവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് കേട്ടെന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്തു. തൊപ്പിയെ സംബന്ധിച്ച് തൊപ്പി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ തൊപ്പിക്ക് ഈ ഒരു ജിൻഡോയെ കൊണ്ടുവന്നതിനകത്ത് ഒരു ഇൻഡയറക്ട്ലി പങ്കുണ്ട്. അദ്ദേഹം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. തൊപ്പി ഒന്നും അറിയത്തേ ഇല്ല, തൊപ്പി കണ്ടിട്ടേ ഇല്ല, തൊപ്പിക്ക് യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല എന്ന് തൊപ്പിക്ക് എവിടെയും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തൊപ്പി വളരെ മാന്യനാന്നുള്ള രീതിയിൽ ഞാനത് സംസാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ അഖിൽമാരാർ ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തെളിവുകൾ എടുത്ത് വെച്ച് സംസാരിക്കണമായിരുന്നു. അതായിരുന്നു ഇവിടെ ചെയ്യേണ്ടത്. അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത്? ഞാൻ പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ, അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനിയാണെങ്കിൽ അത് ചെയ്യാം. ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല, എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ? അല്ല, നീ എന്താ പിന്നെ ഇത് അനുമോളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിൽ എന്തുകൊണ്ട് ഫേസ് കാണിക്കാൻ പറ്റില്ല? നീ കിടക്കുകയോ ഇരിക്കുകയോ നീ എന്തേലും ചെയ്യും. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഈ ലോകത്തുള്ള എല്ലാവരും ഈ MRC തൊപ്പിയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ ചുമ്മാതെയാണ്. കാര്യം ഇങ്ങനെയൊക്കെയുള്ളൊരു കോൺട്രവേഴ്സി വരുമ്പോഴൊക്കെയാണ് നമ്മളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നത്. അല്ലാതെ ഇവിടെ ആരും തൊപ്പിയുടെ ലൈവ് കണ്ടുകൊണ്ടൊന്നും ഇരിക്കുന്നതൊന്നുമല്ല. ഇവിടെ അങ്ങേർക്ക് സുഖമില്ലെന്ന് പറഞ്ഞു, അങ്ങേര് കിടക്കുമെന്ന് പറഞ്ഞ് അങ്ങേരെ ഫോണിൽ വിളിച്ചിട്ട് നിനക്ക് എന്താ എൻ്റെ ലൈവിൽ വരാൻ പറ്റത്തില്ല, നിനക്ക് വേടിയാണോ മറ്റേയാണോ മറിച്ചതാണോ, ആ ഒരു ടോക്കുണ്ടല്ലോ, അതൊക്കെ സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളൊരു കാര്യം. അതായത് തൊപ്പി സ്വന്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് തൊപ്പിയുടെ ലൈവ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ്, കേരളം മൊത്തം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തൊപ്പിയുടെ ലൈവ് ആണെന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതൊന്നും ഇവിടെ ഒന്നും ഒരു മനുഷ്യരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ തൊപ്പിയുടെ വാദനായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു വിഷയം എനിക്ക് കേട്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് തൊപ്പിയുടെ വാദനായമുണ്ട്. കാര്യം തൊപ്പി പൈസ മേടിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് വിനു ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പം മാരാർ ഇവിടെ വെറുതെ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലായിരുന്നു. ശരിക്കും ഈ ഒരു കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ കപ്പടിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്റർവ്യൂ തൊപ്പിക്ക് വേണം. അതായത് തൊപ്പിയുടെ ലൈവിൽ തൊപ്പിയെ കൊണ്ടുവരും. അപ്പോൾ ലൈവിൽ ജിൻഡോ കൊണ്ടുവരുമ്പോൾ തൊപ്പിക്ക് നല്ല വ്യൂവർഷിപ്പ് കിട്ടും. അതുവഴി തൊപ്പിക്ക് കുറച്ച് പൈസ ഏൺ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അത് ഇൻഡയറക്ട്ലി ആ ഒരു രീതിയിൽ കാശ് പറ്റുന്നതിനെ പറ്റിയിട്ടാണ് ശരിക്കും അഖിൽമാരാർ പറഞ്ഞത്. പക്ഷേ സാധനം വേറെ രീതിയിലാണ് ഇവിടെ കറങ്ങി തിരിഞ്ഞ് വന്നത്. അതാണ് പറഞ്ഞത്. അഖിൽമാരാർ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തി പറയണമായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ തെളിവുകൾ വെച്ച് പറയണമായിരുന്നു. നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി. ഓൻ പറഞ്ഞതാണോ നിന്റെ തെളിവ്? ഈ വിനു ആരാ? വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും. ഈ വിനു ആരാ? വിനു പറയുന്നതാണോ തെളിവ് നിന്റെ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? എടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? എങ്ങനെ ഗെയിം മൊമെന്റോ? ബിഗ് ബോസിൽ അനീഷ് ചെയ്ത ഒരു നല്ല 4 ഗെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചോദിച്ചു. അതിന്റെ ആവശ്യം എന്താ? അനുമോളിന് നീ PR ചെയ്യുന്ന പോലെ എനിക്ക് PR ചെയ്യേണ്ട കാര്യമില്ല അഖിലെ. ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസ് 100 ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ. ഞാൻ അങ്ങോട്ട് കേക്കടാ. വാപ്പ നിന്റെ നന്ദേനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ നന്ദക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. ഒരാളുടെ ഫോണിലോട്ട് വിളിച്ചിട്ട് ഈ ഒരാളെ അടിക്കാൻ പോകുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളവും ഒക്കെ ആവും. പിന്നെ തന്തയ്ക്ക് വിളിക്കുക ആ ഒരു രീതിയിൽ അങ്ങ് പോകും.
പക്ഷേ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ പേഴ്സണലി വിളിച്ച് മാന്യമായിട്ട് ചോദിച്ച് തീർക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഇത്രയും വഷളായിരിക്കുന്നത്. അഖിൽമാരാർ അഖിൽമാരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാറിനെ സംബന്ധിച്ച് യാതൊരു മടിയില്ല പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് തിരുത്തി പറയുന്നതിനകത്ത്. മാരാർ പല വിഷയങ്ങളും വന്ന് തെറ്റ് പറ്റിപ്പോയത് തെറ്റെന്ന് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ അതങ്ങനെ പറ്റിപ്പോയതാണ്. അപ്പം ഈ ഒരു വിഷയം ശരിക്കും അതേപോലെ ആയിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാതെ അനാവശ്യമായിട്ട് അങ്ങോട്ട് വിളിക്കുക, ഇങ്ങോട്ട് തന്തയ്ക്ക് വിളി ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ഒരു ഷോയുടെ പേര്. ഇപ്പം ഈ ഒരു ഷോ ഇവരെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സീസണുകളിലും എന്തെങ്കിലും വിഷയങ്ങളായിട്ട് ഇവർ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരും. കഴിഞ്ഞ സീസണിൽ ജിൻഡോയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന തൊപ്പി വന്നിട്ടുണ്ടായിരുന്നു. സിബിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഖിൽമാരാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഷോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എന്താണ്ട് ഈ ഒരു സീസണിൽ എന്താണ്ട് അവസാന ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെയും അഖിൽമാരാറിൻ്റെ പ്രസൻസും തൊപ്പിയുടെയൊക്കെ പ്രസൻസൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു ഷോ ഇവരെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ട് തീരേണ്ട ഒരു സാധനമല്ല. ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒന്നും അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് കാര്യം ഭരിക്കുന്നത്. കാര്യം ജനങ്ങളുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഈ പറയുന്ന ആൾക്കാർ നിലനിൽക്കത്തുള്ളൂ. പക്ഷേ ഇവർക്കൊക്കെ അത്യാവശ്യം, പ്രത്യേകിച്ച് തൊപ്പിക്കൊക്കെ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അത് നമ്മൾ അനാവശ്യമായിട്ട് നമ്മളത് യൂസ് ചെയ്യരുത്. ഇവിടെ ഇപ്പം നിങ്ങൾ 2 ദിവസം മാത്രം കണ്ടിട്ട് ഒരാൾ ഭയങ്കര ജെനുവിനായിട്ട് തോന്നി, അയാൾ പാവമാണെന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പം അത് ഭയങ്കര ചീപ്പായിട്ടുള്ള പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് തന്നെയായിരുന്നു സായി തൊപ്പിയെടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. കാര്യം അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 100 ദിവസം ഒരു ഗെയിം കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻ്റെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അനീഷ് മോശം ഗെയിമർ ആണെന്നല്ല പറയുന്നത്, അനീഷ് ബെസ്റ്റ് ഗെയിമർ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അതാണ് അതിൻ്റെ ഒരു രീതി, ശരിയായിട്ടുള്ള രീതി അങ്ങനെയാണ്. സോ അതുകൊണ്ട് തൊപ്പി ഇവിടെ ഈ ഫിനാലേക്ക് വെറും 2 ദിവസം കൂടെ ബാക്കിയുള്ള സമയത്ത് ഇത് വന്ന് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ, നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത? ഇതാണോടാ നിന്റെ സ്റ്റാൻഡേർഡ്? തോക്കുമ്പോ തന്തക്ക് വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ. നീ എന്താ മാന്യമായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടത്? നിന്റെ അടുത്ത് ഞാൻ വീണ്ടും പറഞ്ഞത്, ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ? ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവ്, ലോജിക്കലായിട്ടുള്ള തെളിവ് ഞാൻ ചോദിക്കുമ്പോ തന്തക്ക് വിളിക്കുന്നതാണോ നിന്റെ സ്റ്റാൻഡേർഡ്? നിന്റെ തന്തക്ക് വിളിക്കുന്നത് നിന്നെ പറയണത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? എടാ പാടാന്ന് നിന്നെ വിളിക്കാൻ പാടില്ലേ? എന്താ ഒരാളുടെ ഫോണിൽ വിളിക്കുമ്പോൾ നമ്മൾ ഒരു മാന്യമായിട്ടാണ് സംസാരിക്കാൻ ഇവിടെ പഠിക്കേണ്ടത്. തൊപ്പിക്ക് ഇത് മാന്യമായിട്ട് ഡീൽ ചെയ്യാനൊരു കേസേ ഉള്ളൂ. പക്ഷേ തൊപ്പിയുടെ കയ്യിൽ നിന്ന് പോയി തൊപ്പിക്ക് ഇത് കേട്ടപ്പം സഹിക്കാൻ പറ്റിയില്ല. കാര്യം ഇല്ലാത്തൊരു കാര്യം പല ആൾ ഒന്ന് പച്ചയ്ക്ക് പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ഇത് വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ് സംസാരിക്കേണ്ടത്. അതൊരു ബേസിക് മര്യാദ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ രണ്ടുപേരും കാണിക്കണം. അതാണ് ഇവിടെ വേണ്ടത്. ആരാറ് ഈ തന്തയ്ക്ക് വിളിച്ചത് ഒട്ടും ശരിയുള്ള പരിപാടിയൊന്നുമല്ല. അപ്പം പിന്നെ ആ 2 പേരുടെ ഭാഗത്തും തെറ്റും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കുറേ PR-മാരെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ഷോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ സീസണുകളിലൊന്നും ഈ പറയുന്ന PR-ഉം കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ സമയങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കംപ്ലീറ്റും PR-ആണ്. PR-നെ ചുറ്റിപ്പറ്റിയിട്ടാണ് തമ്മിൽ അടിയുണ്ടാകുന്നത്. അപ്പം ഈ വരുന്ന സീസണുകളിലും എന്തുമായിരിക്കും? ഇതുപോലെ തന്നെ ആയിരിക്കത്തില്ല. എല്ലാ കണ്ടസ്റ്റൻസും പൈസയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോഴേ അറേഞ്ച് ചെയ്ത് വെച്ച് ഏതെങ്കിലും PR മാർക്ക് കൊടുക്കും. ഇപ്പോൾ ഈ വിനു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സകലമാന പേരും ഈ വിനുവിനെ ആയിരിക്കും ഇനി പൈസ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പോകുന്നത്. അതായത് ഞങ്ങളെ ഒന്ന് ജയിപ്പിക്കണം, ഞങ്ങൾക്ക് ഈ ഒരു ഷോയെ പോയേ പറ്റത്തുള്ളൂ. കാര്യം വിനു സപ്പോർട്ട് ചെയ്ത ജിൻഡോ ജയിക്കാൻ പോകുന്നു, അതാണ് വിനു സപ്പോർട്ട് ചെയ്ത അനുമോൾ ജയിക്കാൻ പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ വിനുവിനെ സമീപിക്കുക. മനസ്സിലായില്ലേ? പോരാത്തതിന് ഇവർ പുറത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് തമ്മിൽ തല്ലുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ, നിന്നെ എടാന്ന് വിളിക്കും. കള്ളന്മാരെ എടാന്ന് വിളിക്കും, കള്ളത്തരം പറയുന്നവരെ എടാ പോടാന്ന് വിളിക്കും. അതിനെന്താ നിനക്ക് റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താ പീനൽ കോഡിലുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലുണ്ട് നിന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന്? എന്താടാ നീ എന്നെ വിളിച്ചൊരു കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യത്തിൽ ഊന്നി സംസാരിക്കണം. അഖിൽമാരാണ് പറയുന്നത്, ഞാൻ ജിൻഡോക്ക് വേണ്ടി കഴിഞ്ഞ കൊല്ലം വോട്ട് ചോദിച്ചത് ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയിട്ടാണ് വോട്ട് ചോദിച്ചതെന്ന് പറഞ്ഞു. അതിന്റെ തെളിവ് എന്താന്ന് ഞാൻ ചോദിച്ചു, പറഞ്ഞു വിനു പറഞ്ഞു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ആ കേട്ടല്ലോ. തൊപ്പിന്റെ ലൈവില് ജിൻഡോ പൈസ മേടിച്ചിട്ടില്ല, പകരം തൊപ്പിയെ ജിൻഡോയുടെ ലൈവിൽ കൊണ്ടുവന്നു. ഇങ്ങനെയാണ് വിനു പറയുന്നത്. അതായത് ജിൻഡോ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ തൊപ്പിക്ക് കൊടുക്കണം എന്നുള്ളൊരു സാധനമാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ നേട്ടം ആർക്കായിരിക്കും? തൊപ്പിക്ക് തന്നെ ആയിരിക്കും നേട്ടം. അപ്പം അഖിൽമാരാർ ശരിക്കും പറഞ്ഞ ഉദ്ദേശിച്ചത് കൈകൊണ്ട് പൈസ മേടിച്ചിട്ടില്ല, നേരെ മറിച്ച് ഈ രീതിയിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നേടിയെന്നായിരിക്കും പറഞ്ഞത്. പക്ഷേ സംസാരിച്ച രീതി മാറിപ്പോയി. എന്നാൽ ഇത് ഏറ്റുപിടിച്ചിട്ട് അഖിൽമാരാർ തിരിച്ച് നല്ല രീതിയിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. നീ ക്രിപ്റ്റോയുടെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പേരെ പറ്റിച്ചില്ലടാ, നിന്റെ
മറ്റേ ഇൻകം എങ്ങനെയാണ്, നിനക്ക് നീ ഇൻകം ടാക്സിന് പൈസ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ അനാവശ്യമായിട്ടൊക്കെ അഖിൽമാരാർ ഈ ഒരു സാധനം വഴിതിരിച്ച് വിടുന്ന ഞാൻ കണ്ട്. അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ലായിരുന്നു. കാര്യം ഈ ഒരു വിഷയം നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാവരുടെയും മുന്നിൽ കൊടുക്കുക. അല്ലാതെ ഈ തൊപ്പിയുടെ ഇൻകം എവിടെ നിന്നാണ്, തൊപ്പി ഇൻകം ടാക്സിന് പൈസ കൊടുക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലേ, നിങ്ങൾ തന്നെ പറ. കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. എന്തായാലും വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഞാൻ പറയാം. ഈ എന്തുകൊണ്ട് തൊപ്പി ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ചായനും ജിൻഡോയും തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. അപ്പം ഈ അച്ചായൻ പറഞ്ഞിട്ടാണ് ഈ തൊപ്പി ജിൻഡോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. എന്നാൽ ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ജിൻഡോ പുറത്തിറങ്ങുമ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ നമുക്ക് തന്നെ വേണം, ജിൻഡോ ഇവിടെ കൊണ്ടുവരണമെന്ന്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ സമയത്ത് പക്ഷേ തൊപ്പി ഇങ്ങനൊന്നും അല്ലായിരുന്നു പറഞ്ഞത്. റൂട്ടർ എന്ന് പറയുന്ന ടീമാണ് ഇത് കണക്ക് ജിൻഡോ സ്പോൺസർ ചെയ്യണത്, അവരാണ് ഇത് കണക്ക് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇപ്പം നേരെ ഈ ഒരു കാര്യം തിരിഞ്ഞിട്ടുണ്ട്. അഖിൽമാരാർ കുറച്ച് കാര്യങ്ങൾ തിരിച്ച് ചോദിക്കുന്ന സമയത്ത് നീ 8 ലക്ഷം രൂപ കൊടുത്തിട്ടില്ലായിരുന്നോ, നിന്റെ കമ്പനി 8 ലക്ഷം രൂപ കൊടുത്തിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ കടന്ന് ഉരുണ്ടും കളിക്കുന്നുണ്ട്. അപ്പം ഇവിടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. എല്ലാവരും വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല. അതിനുശേഷം ജയിച്ചതിന് ശേഷം ജിൻഡോ എന്റെ ലൈവിലേക്ക് വന്നു. ഓക്കെ, 10 പൈസ ആ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ വിനു ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഞാൻ എപ്പോഴാണ് നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ജിൻഡോ ആ ലൈവിൽ എന്റെ അടുത്തേക്ക് വരുമ്പോഴല്ലേ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്? ആ അച്ഛേ മാരാറ വിനു പറഞ്ഞത് കേട്ടല്ലോ, ലൈവ് കേട്ടല്ലോ. ഇനി നിങ്ങളോട് എനിക്ക് ഇതിനെക്കുറിച്ച് ഞാൻ നിന്റെ ലൈവ് ഒന്നും കേട്ടില്ല. ഞാൻ ബിനുവിനെ വിളിച്ച് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു നീയും അവനും തമ്മിലൊരു ബാർട്ടർ കരാറാണ് ഉണ്ടാക്കിയതെന്ന്. ബാർട്ടർ കരാറോ? നിങ്ങൾ നിങ്ങൾ ഈ വീടെടുത്ത് കടന്ന് ഉരുളുവല്ലേ നിങ്ങള്? എന്തൊരു കൺവിൻസിങ് ആകില്ലേ? ജിൻഡോ നിന്റെ ലൈവിൽ വന്നായിരുന്നു. ജിൻഡോ എന്റെ ലൈവിൽ വന്നത് ആ ട്രോഫിയും കൊണ്ട് ആദ്യം എന്റെ ലൈവിൽ വരണമെന്ന് അച്ചായൻ പറഞ്ഞിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അല്ല, ഞാൻ ചോദിച്ചത് 8 ലക്ഷം രൂപ കൊടുത്തെന്നല്ലേ പറഞ്ഞിരുന്നത്? 8 ലക്ഷം രൂപ അത് വേറെ കാര്യം. 5 പൈസ കൊടുത്തില്ലല്ലോ. അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. അത് നമ്മൾ ലൈവിൽ ഒരാളൊക്കെ കൊണ്ടുവരുമ്പോൾ പൈസ വാങ്ങുന്നതും പൈസ കൊടുക്കുന്നതും നീ അറിയേണ്ട കാര്യമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ പൈസ കൊടുത്തിട്ടല്ല, ഞാൻ പൈസ വാങ്ങിയിട്ട്. ഓക്കെ ശരി ഞാൻ ഉരുളുന്നുണ്ട്. മനസ്സിലായി? 8 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ കള്ളത്തരമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് തൊപ്പി പറഞ്ഞതും തന്നെ ഒരു കള്ളത്തരമായിരുന്നു. റൂട്ടർ എന്ന് പറയുന്ന ഒരു ടീമാണ് കണക്ക് മറ്റേ ജിൻഡോ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞത് വെറും പച്ച കള്ളമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ജിൻഡോ സപ്പോർട്ട് ചെയ്യണമെന്ന്. ആ സമയത്ത് അപ്പം തൊപ്പി പറഞ്ഞൊരു കാര്യമാണ് ഇത് കണക്ക് എൻ്റെ ലൈവിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് മാത്രം തരണം. അതായത് ബിഗ് ബോസ് വിന്നറായിട്ട് വരുന്ന സമയത്ത് ആദ്യം നേരെ തൊപ്പിയെടുത്തോടെ തന്നെ വരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിൻഡോ ലൈവിൽ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പ് കിട്ടും. അതിൽ നിന്ന് നേട്ടം ആർക്കാണ്? തൊപ്പിക്ക് തന്നെയാണ് നേട്ടം. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു, ഇവരെല്ലാവരും കണക്കാടെ, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി ഞാൻ അന്ന് തൊപ്പി പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് റൂട്ടറാണ് നമ്മളെ ജിൻഡോനെ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതാക്കുന്നത്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സ്പോൺസർഷിപ്പ് കാര്യങ്ങളെല്ലാം റൂട്ടറാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂട്ടറിൽ വന്നിട്ട് ലൈവ് ചെയ്യുന്നത്. ഓക്കെ, കേട്ടല്ലോ, അന്ന് പറഞ്ഞ ഡയലോഗ് ആയിരുന്നു ഇത്. റൂട്ടറാണ് എല്ലാം സ്പോൺസർ ചെയ്യണത്, അതുകൊണ്ടാണ് ഞങ്ങൾ ജിൻഡോ കൊണ്ടുവരുന്നതെന്നൊക്കെയുള്ള രീതിയിൽ. ഇപ്പോൾ മൊത്തം കള്ളത്തരമാണെന്ന് പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും രണ്ട് പേരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് ഇവിടെ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.